കാസയുടെ കാര്യം ഓർക്കുമ്പോൾ ചിരി വരാറുണ്ട് ഇപ്പോൾ. കാരണം കാസ ഒരു താല്പര്യത്തോടെ നട്ടു വളർത്തുന്നതെല്ലാം കാസായെ തിരിഞ്ഞു കടിച്ചുകൊണ്ടിരിക്കുക. കാസ സംഘികൾക്ക് വേണ്ടി ഒരുപാട് ജോലി ചെയ്തു, എന്തെല്ലാം തരത്തിലുള്ള കഷ്ടപ്പാടുകൾ നടത്തി. പക്ഷേ എന്തു ചെയ്യാനാ, നാട്ടിലെ സംഘികളൊക്കെ ഒപ്പമുണ്ടെന്ന് പറയുന്നതല്ലാതെ ഡൽഹിയിലെ സംഘികൾ ആരും കേൾക്കുന്നതേയില്ല. അവർ FCR എടുത്തിട്ട് കൊടുക്കുന്നു, ഉപദ്രവിക്കുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. എന്തെല്ലാം ചെയ്തിട്ടും ഒരു രക്ഷയില്ല. ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നൊരു സ്ഥിതി എന്താ, എത്രാന്മാരോടും അച്ഛന്മാരോട് പോലും പോയി ഈ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഒന്ന് പറയാൻ കാസായിക്ക് കഴിയുന്നില്ല. ഞാൻ എത്ര ദിവസങ്ങളായെന്നറിയാമോ കാത്തിരിക്കുന്നത്. നമ്മുടെ കരിമ്പും കാലയൊക്കെ ഒന്ന് കണ്ടിട്ട് എത്ര നാളായി. മറ്റേത് കരിമ്പും കാലയൊക്കെ വൈകുന്നേരങ്ങളായാൽ അലറി വിളിച്ച് നമ്മുടെ വീടുകൾ, നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഒക്കെ ശബ്ദമുഖരിതമാക്കുന്ന കരിമ്പും കാല എവിടെ? കാടuടമക്കളെ, വീടുടമക്കളെ, കാട്ടുപൂവും ചോലയുടെ ചൊടിയുടെ മക്കളെ, ചെടിയുടെ കുറ്റിയുടെ മക്കളെ, കുറ്റിയുടെ കമ്പ് എവിടെ മക്കളെ എന്നൊക്കെ ചോദിക്കുന്നത് പോലെ കരിമ്പും കാലയെ അന്വേഷിച്ച് ഞാനിവിടെ എല്ലാം അലഞ്ഞു തിരിയാണ്. കരിമ്പും കാലയെ കാണാനില്ല. കരിമ്പും കാലയ്ക്ക് മുണ്ടാട്ടവേ ഇല്ല. സംഗതി എന്തെടുത്തിട്ട് മുണ്ടാനാ? ഇവിടെ ഒരു രക്ഷയില്ല. പണ്ട് കരിമ്പും കാല വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾക്കറിയാമോ, ജിഹാദികളെ, നിങ്ങളുടെ ഒരൊറ്റ കാര്യവും ഈ ഇന്ത്യയിൽ നടക്കത്തില്ല, ഇവിടെ നടക്കുന്നത് അതിന് ചങ്കൂറ്റമുള്ള ഒരു ഭരണമാണ് എന്ന് കരിമ്പുംകാല പറഞ്ഞപ്പോൾ ഒത്തിരി കണ്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ കൈയടിച്ച് കരിമ്പുംകാല സിന്ദാബ, കരിമ്പുംകാല സിന്ദാബ എന്ന് പറഞ്ഞു. ഇപ്പോൾ കരിമ്പുംകാല എന്തിയെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ദേശീയ തലത്തിലൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുക. സംസ്ഥാന തലത്തിലാണെങ്കിലോ എല്ലാവരും വിചാരിച്ചിരുന്നത് ക്രൈസ്തവ മതവിശ്വാസികളും അച്ഛന്മാരുമെല്ലാം ഈ മുസ്ലിം വിരോധം കൊണ്ട് കോൺഗ്രസിനും UDF മുന്നണിക്കും വോട്ട് ചെയ്യാതെ അതെല്ലാം സംഘപരിവാറിന് ചെയ്യുകയും കാസയ്ക്ക് പറയാം, കരിമ്പുംകാലയ്ക്ക് പറയാം, ദേ ഞങ്ങളുടെ ശ്രമങ്ങൾ ഇതാ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് എല്ലാം തകിടം മറിഞ്ഞത്. ഇപ്പോൾ വോട്ടെല്ലാം എവിടാ പെട്ടിയിൽ ചെയ്തേക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പല മെത്രാന്മാരും അച്ഛന്മാരുമൊക്കെ ഇറങ്ങി നിന്നാണ് വോട്ട് പിടിച്ചത്. അങ്ങനെ അതെല്ലാം പാളിക്കിടക്കുകയാണ്. പിന്നെ അവർ ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത് ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളെടുത്താണ്. അങ്ങ് നൈജീരിയയിൽ, അങ്ങ് ആഫ്രിക്കയിൽ, അങ്ങ് അന്റാർട്ടിക്കയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിരിക്കുമ്പോഴാണ് ദേ ലെബനോണിൽ ഒരു ജൂത പട്ടാളക്കാരൻ, ഇസ്രയേലി സൈനികൻ ക്രിസ്തുവിൻ്റെ രൂപം തകർക്കുന്നു. അടിച്ചടിച്ചടിച്ച് പൊട്ടിച്ച് കളയുക, മുട്ടം കുന്താലിയുണ്ട്. അത് AI ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞൊരു ദുർബല പ്രതിരോധം ചേർത്തെങ്കിലും IDFകാർ തന്നെ അവസാനം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ സമ്മതിച്ചു, ഞങ്ങളിലൊരുത്തൻ ചെയ്ത പണിയാണ്, ഞങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന പണിയാണെങ്കിലും ഇങ്ങനെ പുറമേ ചെയ്യരുതെന്ന് അവൻ അറിഞ്ഞുകൂടായിരുന്നു, അതുകൊണ്ട് അവൻ ചെയ്തു പോയതാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പുനർനിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനൊക്കും? ഇവർ കാണുമ്പം ഈ പറയുന്ന ജൂത വിഭാഗത്തിലെ ചിലർ ക്രിസ്ത്യൻ ആളുകളെ കാണുമ്പോൾ അവരെ തുപ്പുകയും അവരെ മുഖത്തിന് നേരെ ആട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ വന്നപ്പോൾ പറഞ്ഞതെല്ലാം AI ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അന്തർദേശീയ തലത്തിലും കരിമ്പുംകാലയ്ക്കൊന്നും സംസാരിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയായി. അതുകൊണ്ട് എൻ്റെ പൊന്നു ദൈവമേ, കരിമ്പുംകാലയ്ക്ക് സംസാരശേഷി തിരിച്ചു കിട്ടാൻ വേണ്ടിയെങ്കിലും അദ്ദേഹത്തിന് സംസാരിക്കത്തക്ക പരുവത്തിൽ ദേശീയ സംഭവങ്ങളെയും അന്തർദേശീയ സംഭവങ്ങളെയും മാറ്റിക്കൊടുക്കണമെന്ന് ഇതിനാൽ പ്രാർത്ഥിച്ചു.